ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് ഒരു പപ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രെഡ് സ്റ്റീമിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം, മുട്ട പുഴുങ്ങിയെടുക്കാം. നമുക്ക് പപ്സ് ഉണ്ടാക്കുന്നതിനാവശ്യമായ വലിയ ഉള്ളി ഒരു മീഡിയം സൈസ് 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനാവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉള്ളി വഴണ്ടി വന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്, മല്ലിയില, കറിവേപ്പില, ഇതും കൂടെ ചേർത്ത് നമ്മൾ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഫില്ല് ചെയ്യാനുള്ള ബ്രെഡ് പരത്തിയെടുക്കുകയാണ്. സ്റ്റീം ചെയ്ത ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്ക് മുറിച്ച് മാറ്റാം. എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത ശേഷം നമ്മൾ ഫില്ലിങ്സ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കും. ഫില്ലിങ്സ് വയ്ക്കുക. ഒരു പീസ് മുട്ടയും വെച്ച് ഇതിനെ നമുക്ക് മടക്കിയെടുക്കാം. ഒട്ടിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ചേർത്ത് ഇതിനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ബാക്കിയുള്ള പീസെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിത് ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചല്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ എഗ് പപ്സ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് വെച്ചുള്ള എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.